സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗവും പട്ടിക്കാട് ജാമിയ നൂരിയ പ്രിൻസിപ്പാലുമാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനും കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. ഖബറടക്കം നാളെ രാവിലെ 10 മണിക്ക് തിരൂർക്കാട് ജുമാ മസ്ജിദിൽ നടക്കും. ജംഷീർ കൊടിഞ്ഞുറങ്ങ നൽകും. ജംഷീർ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം? സംസ്കാര ചടങ്ങുകൾ എപ്പോഴത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്? ദിവ്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത പുറത്തു വരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. പിന്നീട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ നിന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥനകളും മറ്റു ചടങ്ങുകളൊക്കെ വീട്ടിൽ നടക്കുകയാണ്. അല്പസമയം വീട്ടിൽ ഉണ്ടാകും. വീട്ടിൽ മറ്റു ചടങ്ങുകളും അതോടൊപ്പം തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ മൃതദേഹം കാണിക്കുന്നതിന് വേണ്ടി ഉള്ള സൗകര്യവും ഇപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളും ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിന് ശേഷം ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകും. തിരൂർക്കാടുള്ള അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനമായിട്ടുള്ള അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലാണ് പൊതുദർശനത്തിൽ വയ്ക്കുക. വൈകുന്നേരത്തോടു കൂടി അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ ആ പൊതുദർശനത്തിന് ചടങ്ങുകളൊക്കെ അവിടെയാണ് വയ്ക്കുന്നത്. ആളുകളൊക്കെ അങ്ങോട്ടേക്ക് വരണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. കാരണം വീട്ടിൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊതുദർശനം നടക്കുന്ന അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലേക്കാണ് ആളുകൾ എത്തേണ്ടതെന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. ഖബറടക്കവും മയ്യിത്ത് നമസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നാളെയാണ്. നാളെ രാവിലെ 10 മണിയോട് കൂടി തിരൂർക്കാട് ജുമാ മസ്ജിദിലായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തിരൂർക്കാടുള്ള വസതിയിലേക്ക് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള നിരവധി വരുന്ന ആളുകളാണ് അവസാനമായി കാണാനും പ്രാർത്ഥനയിൽ പങ്കുചേരാനും ഒക്കെ ആയി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയും അവിടെ പൊതുദർശന ചടങ്ങുകൾ ഇന്ന് രാത്രിയെല്ലാം അവിടെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക. നാളെ 10 മണിയോട് കൂടിയായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ. സംഘടനയ്ക്കകത്തും പുറത്തും സമൂഹത്തിനുമൊക്കെ വേണ്ടി അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ സംഭാവനകളൊക്കെ എങ്ങനെ ഓർത്തെടുക്കാം നമുക്ക്? തീർച്ചയായിട്ടും സംസ്ഥയുടെ ഒരു സംസ്ഥ എന്ന പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഒരുപക്ഷെ സുന്നി സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു വിയോഗം തന്നെയായിരിക്കും എന്നുള്ളതാണ്. സംസ്ഥയുടെ തലമുതിർന്ന പണ്ഡിത നേതാക്കന്മാർക്കൊപ്പം പ്രസ്ഥാനത്തെ നയിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. 2016 അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ വിയോഗത്തോടെയാണ് അദ്ദേഹം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആകുന്നത്. അതിനു മുൻപ് തന്നെ സംസ്ഥയുമായി ബന്ധപ്പെട്ട സജീവമായി സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 2013 കാസർഗോഡ് ജില്ലയിലെ ഖാദിയായി അദ്ദേഹം നിയമിതനായിരുന്നു. 2003 മുതൽ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പൾ കൂടിയായിരുന്നു. മാത്രമല്ല മതവിദ്യാഭ്യാസത്തിൽ രംഗത്ത് സജീവമാകുന്നതിനോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ട് തന്നെ, അതായത് തൻ്റെ 16-ാം വയസ്സ് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പൊതു രംഗത്ത് വളരെ വലിയ സജീവമായിട്ട് ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. തിരൂർക്കാട് മഹല്ല് ഖാദിയായി അദ്ദേഹം തിരൂർക്കാട് മഹല്ല് ഖതീബായി അദ്ദേഹം നിയമിതനാകുമ്പോൾ വെറും 16 വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. തൻ്റെ 20-ാമത്തെ വയസ്സിൽ ആ മഹല്ലിലെ ഖാദിയായും നിയമിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃപാടവം അത്ര വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. 1968 അദ്ദേഹം പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം നേടുന്നത്. പിന്നീട് വിവിധയിടങ്ങളിൽ ദർസും മറ്റും ഒക്കെയായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇതേ സ്ഥാപനത്തിന്റെ തന്നെ, അതായത് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ തന്നെ പ്രിൻസിപ്പളായി നിയമിതനാകുന്നത്. 2003 അദ്ദേഹം നിയമിതനാകുന്നത്. നിരവധി പുസ്തകങ്ങൾ ഒക്കെ രചിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ
പല സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു മതപണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം എന്ന് ഈ അവസരത്തിൽ പറയേണ്ടതാണ്. പല പ്രമുഖമായ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. 2016 സെക്രട്ടറി ആയതിനു ശേഷം പിന്നീട് അദ്ദേഹം നേരത്തെ തന്നെ സമസ്ത ഫത്വ കമ്മിറ്റി അംഗം, അതോടൊപ്പം തന്നെ കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ, ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ്, മുസ്ലിം വേൾഡ് ലീഗ്, ഫിഖ് കൗൺസിൽ എന്നീ സമിതികളിലൊക്കെ ക്ഷണിതാവായും അങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലടക്കം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. അങ്ങനെ നിരവധി ചുമതലകൾ വഹിച്ച വ്യക്തിയാണ് ആലിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് തിരൂർക്കാട് ജുമാ മസ്ജിദിലാണ് കബറടക്കുന്നത്.